വെണ്ണാറമൂടുകാരനായ അഫാൻ തന്റെ ഇളയ അനുജനെ കൊല്ലുകയും അനേകം പേരെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു യൗവനക്കാരൻ തന്റെ അമ്മയെ അഫാൻ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തലനാരിഴയ്ക്ക് ആ മാതാവ് രക്ഷപ്പെടുകയാണ്. ആശുപത്രി കിടക്ക വിട്ടു വരുമ്പോൾ ആ മാതാവ് ആദ്യം അന്വേഷിക്കുന്നത് അഫാനെയാണ്. അഫാൻ എവിടെയാണ്? ആ മാതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കെന്റെ ഇളയ മകനെ നഷ്ടപ്പെട്ടു, എനിക്കെന്റെ മൂത്ത മകനെയെങ്കിലും വേണം. തന്നെ കൊല്ലുവാൻ ശ്രമിച്ച തന്റെ ഇളയ മകനെ കൊന്നുകളഞ്ഞ ആ മകനോട് എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ക്ഷമിക്കുവാൻ കഴിയുക? ഒരു പക്ഷേ അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് ആ മാതാവിന്റെ പ്രതികരണം. എന്നാൽ ഇതിനേക്കാൾ ആഴമായ വിധത്തിൽ ക്ഷമിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അതാണ് ക്രിസ്തു. മൂന്നാണിമേൽ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ തലേ രാത്രി മുതൽ കർത്താവിനെ ഉപദ്രവിച്ച, കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച, തലയിലേക്ക് മുൾക്കിരീടം അടിച്ചു കയറ്റിയ മരക്കുരിശുമായി ഗോൽഗോഥായിലേക്ക് പോകുമ്പോൾ മുട്ടിടിച്ച് വീണ ഇടങ്ങളിൽ വീണ്ടും കർത്താവിന്റെ ശരീരത്തിൽ ചാട്ടവാർ കൊണ്ട് അടിച്ച് കർത്താവിന്റെ ശരീരത്തെ ഉഴവുചാൽ പോലെ കീറിയ, കർത്താവിന്റെ വസ്ത്രം വലിച്ചു കീറി പങ്കിട്ടെടുത്ത, കരങ്ങളും കാലുകളും ആണിമേൽ കുരിശിനോട് ചേർത്തടിച്ച ഓരോ വേദനയുടെ മധ്യയും കർത്താവിന്റെ ശരീരം പിടയുമ്പോൾ അത് കണ്ട് ആർ തട്ടഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പടയാളികൾ. കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ മുൾക്കിരീടം കണ്ടിട്ട് രാജാവാണോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന പടയാളികളുടെ മുഖത്ത് നോക്കി കർത്താവ് ക്ഷമിക്കുകയാണ് ചെയ്തത്. കർത്താവ് തന്റെ പിതാവിനോട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ക്ഷമിക്കുവാൻ കഴിയുമായിരിക്കും. എന്നാൽ ആ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. ഈ ലോകത്ത് നാം എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ ശിക്ഷയ്ക്ക് വിധിച്ചാലും അതിനേക്കാൾ ആഴമായ വിധത്തിൽ ക്ഷമിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ക്രിസ്തു. ക്രിസ്തു നമുക്ക് നൽകുന്ന മാതൃക മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായി തീരണമെന്നാണ്. നമ്മെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയണം. കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ കഷ്ടാനുഭവാരത്തിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ മാതൃക കാട്ടുവാൻ ദൈവം നമ്മെല്ലാവരും സഹായിക്കുമാറാകട്ടെ.